എല്ലാ ഞായറാഴ്ചകളിലും നടത്തി വരുന്ന സത്സംഗമാണ്. നമുക്കറിയാം, നമ്മുടെ ആശ്രമത്തിൻ്റെ എല്ലാ വളർച്ചയുടെ പിന്നിലും വിശ്വാസികളുടെ അനുഭവങ്ങളാണ്, അല്ലേ? ഒരനുഭവത്തിലൂടെയാണ് നമ്മുടെ പരമ്പര മുന്നോട്ട് പോകുന്നത്. അത് രണ്ട് തരത്തിലുള്ള അനുഭവങ്ങളാണ്. ഒന്ന് ദർശനാനുഭവങ്ങൾ, പിന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഗുരുവുമായിട്ടുള്ള ആ ഒരു ഭൗതികമായ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ. ഈ രണ്ട് അനുഭവത്തിലൂടെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഗുരുവിനെ ഗുരുവിനെ നമ്മൾ അറിയുന്നതും, അല്ലേ? നമ്മുടെ അനുഭവങ്ങളല്ലേ. അപ്പോൾ അത് ഓരോ സ്വഭാവത്തിലാണ് ഓരോ ആളുകൾക്ക്. അപ്പോൾ അനുഭവത്തിലൂടെയുള്ള ഒരു ആശയങ്ങൾ ഒരുപാട് നമ്മുടെ ജീവിതത്തിലേക്ക് എപ്പോഴും ഗുരു നമുക്ക് പകർന്നു തരാറുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു അനുഭവം ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അനുഭവം എന്ന് പറയാനാണ്. ഒരു അനുഭവം, കുറേ അനുഭവമുണ്ട്, ഓരോ ആഴ്ചകളുണ്ടല്ലോ. അപ്പോൾ ഓരോ ആഴ്ചകളായിട്ട് അത് കഴിഞ്ഞിട്ട് മാത്രമുണ്ടല്ലോ അനുഭവം. കഴിഞ്ഞ പ്രാവശ്യം ഒരാളുണ്ട്, അങ്ങനെ നോക്കിയിട്ട് പറയണം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇന്നലെ ഇപ്പോൾ ശാന്തിമയമ്മയുടെ ഇന്നലെ സത്സംഗം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് നമ്മൾ അങ്ങനെയാണ് കുട്ടികളെ ഓരോരുത്തരും കൊണ്ട് സംസാരിപ്പിക്കുകയും നമ്മളും അങ്ങനെ നമ്മളെല്ലാവരിലും ആ ഒരു ഒരു അനുഭവം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. നമുക്കറിയാം, ഇപ്പോൾ ഗുരുവാണി വായിച്ചു, നമ്മുടേത് എന്താണ്? ജ്ഞാനമാർഗമാണ്, അല്ലേ? നമ്മളത് അനുഭവം ഞാൻ പറയുന്നതിന് മുന്നേ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. നമ്മുടെതെന്ന് പറഞ്ഞാൽ ജ്ഞാനമാർഗമാണ്. അത് വൈദികം എന്ന് പറഞ്ഞാൽ ഈ ദേവസങ്കല്പം ഒഴുകുന്ന സന്യാസിക്കും അവർക്കൊന്നും അറിയാൻ പറ്റില്ല. നമ്മളത് ജ്ഞാനമാർഗമാണ്. കർമ്മകാണ്ഡം ഉണ്ടെങ്കിൽ പോലും അതാണ് നമ്മൾ ജ്ഞാന തപസ്സികൾ എന്നല്ല പറയുന്നത്, അല്ലേ? നമ്മുടെ കലിയുഗത്തിലെ ഈ ഗുരുമാർഗത്തിൻ്റെ ജ്ഞാനമാർഗം. അപ്പം ഇന്നലെ നമ്മൾ ഗുരുവിൻ്റെ ഞാനിങ്ങനെ ശനിയാഴ്ചകൾ നമ്മൾ കുട്ടികൾക്ക് എടുക്കുന്നത് ഈ ഗുരുവിൻ്റെ ജീവചരിത്രമാണ്, ഗുരുവിൻ്റെ ജീവിതത്തെക്കുറിച്ചാണ്. അപ്പോൾ അതിൽ ഈ വിഷയം ജ്ഞാനമാർഗത്തെ കുറച്ച് കാര്യങ്ങൾ സാധനം പറയാം ഞാൻ. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ മാർഗം എന്ന് പറഞ്ഞാൽ ജ്ഞാനമാർഗമാണ്. അപ്പോൾ നമ്മുടെ ഗുരുവിന് നമുക്കറിയാം, ഗുരുവിന് വിദ്യാഭ്യാസമുണ്ടോ? അല്ലേ? ഭൗതിക വിദ്യാഭ്യാസം ഗുരുവിന് കിട്ടിയിട്ടുണ്ടോ? ഗുരുവിൻ്റെ ഉള്ളിൽ നമുക്കറിയാം, ഗുരു ജനിച്ചു വീഴുമ്പോഴേ ഒരു പ്രകാശ രൂപം ഗുരുവിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഗുരുവിന് സംസാരിക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ 9 വയസ്സ് വരെ ഈ പ്രകാശ രൂപം ഗുരുവിൻ്റെ ഹൃദയ ഭാഗത്തുണ്ടായിരുന്നു. അപ്പോൾ ഗുരുവിന് ഒന്നും പഠിക്കാൻ പറ്റിയില്ല. എന്നാലും നാമമാത്രമായ 10ാമത്തെ വയസ്സൊക്കെ ആയപ്പോഴാണ് ആ കാലഘട്ടത്തിലുള്ള ആശാൻ പള്ളിക്കൂടം, അല്ലേ, ആശാൻ കളരി എന്നൊക്കെ പറയുന്ന അവിടെ ഗുരു പോവുകയും 1-2 വർഷമാണ് അതൊന്നും പഠിക്കാനൊന്നും പറ്റിയിട്ടില്ല. ആ സമയത്ത് പോലും ഗുരു അപ്പോൾ അവിടെ പഠിപ്പിക്കുന്നത് എന്തായിരിക്കും? നമുക്കറിയാം, സംസ്കൃതങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളാണ്, പുരാണങ്ങളും അങ്ങനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പഠിപ്പിക്കുക ഗുരുവിന്, അല്ലേ? അപ്പോൾ ആ സമയത്ത് ഇത് പഠിക്കുമ്പോൾ ഗുരുവിന് അതിനൊന്നും വലിയ താല്പര്യം ഉണ്ടായില്ല. അപ്പോൾ ഗുരുവിനെ സംബന്ധിച്ച് എന്തില്ല, ആ ഭൗതികമായ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ ആ ഒരു പാണ്ഡിത്യമോ ഒന്നും ഗുരുവിന് കിട്ടിയിട്ടില്ല, അല്ലേ? എഴുതാനോ വായിക്കാനൊന്നും ഗുരുവിന് അറിയില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം, യഥാർത്ഥത്തിൽ നമ്മൾ അറിവെന്ന് പറയുന്നത് എന്താണ്? അറിവ് 2 തരത്തിലുള്ള അറിവുകളുണ്ട്. ഒന്ന് നമുക്കറിയാം, 18 പുരാണങ്ങൾ, അല്ലേ? അതുപോലെ ഇതിഹാസങ്ങൾ, മഹാഭാരതം, രാമായണം, പിന്നെ ഉപനിഷത്തുകൾ, പിന്നെ അതുപോലെ തന്നെ മറ്റ് ഒരുപാട് 4 വേദങ്ങൾ, അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇതിലൊക്കെ ഇതാണിപ്പോൾ ഈ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പഠിച്ചാൽ കിട്ടുന്നത് എന്താണ്? അത് അവിദ്യയാണ്, അത് അപരാവിദ്യ. അതിനെന്താ വിദ്യ എന്ന് പറയില്ല. വിദ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ഗുരു പറഞ്ഞിട്ടുണ്ട്, ഈ അറിവെന്ന് പറഞ്ഞാൽ ശരിക്കും ജ്ഞാനമാണ്. ആ അറിവിൻ്റെ പ്രകാശം ഇരിക്കുന്നത് എവിടെയാണ്? നമ്മൾ അച്ചടി പുരണ്ട മഷികളുടെ ഏടുകളിലല്ല. അത് പറഞ്ഞാൽ പുസ്തകത്തിലൊക്കെ അച്ചടിച്ചിരിക്കില്ലേ, അവിടെ എല്ലാം അറിവിരിക്കുന്നു. പിന്നെ എവിടെയാ? എവിടെയായിരിക്കുന്നത്? അത് ആ അറിവെന്ന് പറഞ്ഞാൽ എന്താണ്? ഇതെല്ലാം അറിവ്. അത് കേട്ടില്ല, ഗുരു ഭക്തരെ സിദ്ധം ബ്രഹ്മ എന്ന് പറഞ്ഞില്ലേ? ഗുരുവിൻ്റെ മുഖത്താണ് എന്തിരിക്കുന്നത്? അറിവിരിക്കുന്നത്. ആ ബ്രഹ്മമാണ് എവിടെ ഇരിക്കുന്നത്? ഗുരു സംസാരിക്കും, ബ്രഹ്മവാക്കുകളാണ്.
അപ്പോൾ ഇതൊക്കെ പഠിച്ചാൽ കിട്ടുന്ന അറിവെന്ന് പറയുന്നത് എന്താ? അത് അവിദ്യയാണ്. വിദ്യ എന്ന് പറഞ്ഞാൽ എന്താ? അത് പുസ്തകത്തിൽ നിന്ന് പഠിക്കുന്നതല്ല. ഗുരു പുസ്തകം പഠിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും പുരാണങ്ങളോ ഇതിഹാസങ്ങളോ ഒന്നും പഠിച്ചിട്ടില്ല. പിന്നെ ശിവഗിരി പോയി അവിടെ നിന്നും കുറേ ഗുരുവിനെ പഠിപ്പിക്കാൻ നോക്കി. ഗുരു 14 വയസ്സിലാണല്ലോ ശിവഗിരി പോകുന്നത്. അവിടെ ചെന്നപ്പോൾ അവിടെയുള്ള ആൾക്കാർ ഗുരുവിനെ ഇതൊക്കെ പഠിപ്പിക്കാൻ നോക്കി. സംഗീതം അതുപോലെ കുറേ കാര്യങ്ങളൊക്കെ, ഈ ശ്ലോകങ്ങളൊക്കെ. അപ്പം ഗുരുവിന് അത് പറ്റിയില്ല. അതെന്താണ്? അതൊന്നുമല്ല അത് അറിവ്. അപ്പോൾ എന്താണ് ഈ അറിവിൻ്റെ പ്രകാശം എന്ന് പറഞ്ഞാൽ അത് എന്താണ്? അതൊരു എന്താണ്? ആ അറിവെന്ന് പറയുന്നത് ബ്രഹ്മത്തിൽ നിന്ന് കിട്ടുന്ന ഗുരുവിൻ്റെ വാക്കുകളാണ്. എന്ത്? അത് ബ്രഹ്മപ്രകാശത്തിൽ നിന്ന് കിട്ടുന്നതാണ്. മനസ്സിലായില്ലേ? അതാണ് ആത്മജ്ഞാനം എന്ന് പറഞ്ഞാൽ, അല്ലേ? ആത്മജ്ഞാനിയായ, അത് ഗുരുവിൻ്റെ ആത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനമാണ്. അപ്പോൾ ഖുറൈശ ഫക്കീറിൻ്റെ അടുത്ത് പോയ സമയത്ത് ഖുറൈശ ഫക്കീർ ഗുരുവിനോട് എന്താ ചോദിച്ചത്? എന്തിനായി വന്നു വെച്ചാൽ ഗുരു എന്താ പറഞ്ഞത്? അല്ല പറഞ്ഞ ആത്മശാന്തിക്ക് ഉതകുന്നത് എന്തോ അതാ ചോദിച്ചത്. അല്ലാതെ മറ്റേ അതൊന്നുമില്ല. അപ്പം ആത്മാവിന് ശാന്തി കൊടുക്കുന്ന ഒരു അറിവും ഒരു എന്താണോ അതിനുതകുന്നതാ പറഞ്ഞത്. ആത്മശാന്തിയാണ് പറഞ്ഞത്. അല്ലാതെ മറ്റേ വെറുതെ ഈ ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാണ്ടല്ലോ ഒരു അവസാനം നമുക്ക് ഭ്രാന്തായി പോകും. ഇതൊക്കെ നമ്മളങ്ങനെ കുറ്റം പറയല്ല, അതിനൊക്കെ അതിൻ്റെ ഉണ്ടെങ്കിലും ഇതൊക്കെ പഠിച്ച് നമ്മൾ ഒന്നാമത് നമുക്കറിയാം നമ്മുടെ ഈ പുരാണങ്ങളൊക്കെ പഠിക്കാൻ ഭയങ്കര പാടാണ്. സംസ്കൃതത്തിലായതുകൊണ്ട് നമ്മുടെ ഗുരു അങ്ങനെ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നമ്മുടെ പിന്നെ ഗുരു എന്താ പറഞ്ഞത്? നിങ്ങൾ മഹാത്മാക്കളുടെ ജീവചരിത്രം, അവരുടെ ത്യാഗജീവിതം പഠിക്കാനാണ്, അല്ലേ? അല്ലാതെ നമ്മൾ ഈ കാണുന്ന ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെ ബുദ്ധിക്ക് പോലും ഇതായി പോകും, മരവിച്ചു പോകും. ഗുരു എന്താ പറഞ്ഞത്? നിങ്ങൾ ഈ ഗുരുക്കപ്പം ഞാനൊക്കെ ആശ്രമത്തിൽ പോകുന്ന സമയത്ത് എന്നോട് ഗുരു നേരിട്ട് പറഞ്ഞ കാര്യമാണ്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നീ എന്താണ് മിലരേപ കേട്ടിട്ടില്ലേ? പിന്നെ യേശു ക്രിസ്തു, മുഹമ്മദ് പ്രവാചകൻ, അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ സിഖ് ഗുരുക്കന്മാർ, ശ്രീ ബുദ്ധ ഭഗവാൻ, ഇങ്ങനെയുള്ള അങ്ങനെ പറഞ്ഞ ഒരുപാട് കവിയുടെ ആത്മാ, അങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞതാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. കുറേ ആളോട് പലത് പറഞ്ഞിട്ടുണ്ടോ? ഒരുപാട് ഗുരുക്കന്മാരുടെ ഇപ്പം മഹാത്മാഗാന്ധിജി ഒക്കെ ഗുരു പറഞ്ഞിട്ടുണ്ട്. അത് എൻ്റെ അടുത്ത് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുന്നത്. ഇത്രയും ബുക്ക് അത് നമ്മളോട് ഓരോ ഗുരു ഈ ആചാര്യന്മാരല്ല ഞാൻ പറയുന്നത്. ഈ 2044 ആചാര്യന്മാരുടെ അവരുടെ എന്ത് പഠിക്കണം? അവരുടെ ത്യാഗ ജീവിതം ആണ് നമ്മൾ പഠിക്കേണ്ടത്. ശരി. അപ്പോൾ അതിൽ നിന്നാണ് എന്ത് കിട്ടുന്നത്? നമുക്ക് ആ ഒരു യഥാർത്ഥമായ അറിവ് കിട്ടുന്നത്. അപ്പോൾ ഗുരുവിൻ്റെ ഗുരുവിന് ദൈവം എന്ത് കൊടുത്തില്ല? ഈ അറിവുകളൊന്നും കൊടുത്തില്ല. മനസ്സിലായില്ലേ? അപ്പോൾ എന്താണ് ഗുരു എന്ന് പറയുന്നത്? ദൈവം പോലും ഗുരുവിനെ എന്ത് ചെയ്ത്? ഗുരു ആരാണെന്ന് പോലും ഗുരുവിനെ അറിയിച്ചിട്ടില്ല, അല്ലേ? അങ്ങനെ ഓരോ ഗുരുക്കന്മാരെടുത്ത് നോക്ക്. നമ്മുടെ പ്രവാചകൻ നബി തിരുമേനി, ആ പ്രവാചകന് വിദ്യാഭ്യാസം ഉണ്ടോ? ഇല്ല. സ്കൂളിലൊന്നും പോയില്ല, എഴുത്തും വായന അറിയില്ല, ഒന്നും പഠിച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന് ആ പ്രവാചകൻ എന്ത് കിട്ടി? അശരീരിയായി ആ ദൈവവചനങ്ങൾ കിട്ടിയില്ലേ? എഴുതാനും വായിക്കാനും പോലെ. പക്ഷേ ഏറ്റവും വലിയൊരു അറിവ് ആ ഖുർആൻ എന്ന് പറയുന്ന ആ ദൈവവചനങ്ങൾ ആർക്കാണ് കിട്ടിയത്? പ്രവാചകനാണ് കിട്ടിയത്, അല്ലേ? അപ്പോൾ അവരുടെ ആ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പറഞ്ഞു വന്നത്, അപ്പം നമ്മുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ എന്താണ്? ശാന്തിഗിരിയുടെ രീതി അത് നമ്മൾ പുസ്തകത്തിൽ നിന്ന് പഠിക്കുന്നതല്ല, അല്ലേ? അത് നമ്മുടെ ജീവിത അനുഭവത്തിലൂടെ. അപ്പോൾ ഗുരുവിൻ്റെ ജീവിതം തന്നെ അങ്ങനെയാണ്. അപ്പോൾ ഗുരുവിനെ സംബന്ധിച്ച് ഗുരുവിൻ്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്താ? ഒന്നുമില്ല ഗുരുവിന്. പക്ഷേ ആ ദൈവത്തിൻ്റെ ആ ദൈവം തന്നെ നമ്മളെ എന്താണ് നമ്മളോടടുത്ത് വരുമ്പം നമ്മളോട് ഗുരു പറയുന്നത് എന്താ? വലിയ വലിയ വേദാന്തങ്ങളൊക്കെ പറയാറുണ്ടോ? ഇല്ല. വളരെ ചെറിയ വാക്കുകൾ ഉപയോഗിക്കാം. അപ്പോൾ അതെന്താണ്? അത് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു അനുഭൂതി ഉണ്ടാവുന്നില്ലേ? നമ്മുടെ ആത്മാവിന് അനുഭൂതി ഉണ്ടാവില്ലേ? നീ എപ്പോൾ വന്നു? നീ ഭക്ഷണം കഴിച്ചോ? എന്താണ് സുഖമാണോ? അങ്ങനെയൊക്കെ ചോദിക്കില്ലേ? അല്ല, വലിയ വലിയ വാക്കുകൾ നമ്മൾ വന്ന ഉടനെ തന്നെ ഭയങ്കര ആത്മീയമൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുമോ? പക്ഷെ അത് കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ എന്താണ് ആത്മാവിലൊരു അനുഭൂതി ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അത് ഗുരുവാണി നമ്മൾ വായിച്ചില്ലേ? ത്യാഗിയുടെ വാക്കുകൾ ഹൃദയ അനുഭൂതി ഉണ്ടാക്കും. മനസ്സിലായി? ത്യാഗപ്പെട്ട ആളുകൾ
ശരി. ആ ത്യാഗി, ആ ഗുരു എന്ന് പറഞ്ഞാൽ ത്യാഗത്തിൻ്റെ പൂർണ്ണതയാണ്. അപ്പം അങ്ങനെ അതാണ് ഗുരു ആത്മശാന്തി കുതകുന്നത്. അപ്പോൾ ഗുരുവിൻ്റെ ജീവിതത്തിൽ ഗുരു ആ ത്യാഗം കൊണ്ട് ഗുരുവിൻ്റെ അനുഭവത്തിലൂടെ നമ്മളോട് 2 വാക്ക് പറയുമ്പോൾ നമുക്ക് അനുഭൂതി ഉള്ളത് എന്തുകൊണ്ടാണ്? ഗുരുവിൻ്റെ ത്യാഗം ഉള്ളതുകൊണ്ടാണ്. അപ്പം നമ്മളാൾക്ക് 2 വാക്ക് പറഞ്ഞാലോ ആൾക്കാർ തിരിയുന്നെന്താ? നമുക്ക് ത്യാഗമില്ല. നമ്മളെ ത്യാഗം പ്രചരിപ്പിക്കുകയുള്ളൂ, പിന്നെ സാഹിത്യം നോക്കില്ല. ഇല്ല, നമ്മൾ പൊതുവെ എങ്ങനെയാണ് അത് ചെയ്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുണ്ട്, എല്ലാം അവിടെ ഇങ്ങോട്ടൊക്കെ ചെയ്യണം, ഞാൻ ചെയ്യില്ല. അപ്പം നമ്മൾ തന്നെ ത്യാഗം പ്രചരിപ്പിക്കുന്നവരായി മാറി. നമ്മൾ സ്വായത്തമാക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ആ ഗുരുവിൻ്റെ എന്നാൽ നമ്മൾ ലോക ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഗുരുവിന് അക്ഷരാഭ്യാസം ഒന്നുമില്ല. ആർക്ക്? ശ്രീരാമകൃഷ്ണ പരമഹംസൻ അക്ഷരാഭ്യാസം ഉണ്ടോ? പക്ഷെ സ്വാമി വിവേകാനന്ദൻ എന്ന ആ ശിഷ്യനിലൂടെ ഗുരു എന്തായി? ലോകം മുഴുവൻ അറിയപ്പെട്ടില്ലേ? അപ്പം നമ്മൾ ഗുരു വിദ്യാഭ്യാസം ചെയ്യേണ്ടതല്ല പറഞ്ഞേ. നമ്മുടെ എല്ലാ അറിവുകളും നമ്മൾ ഭൗതികമായും വലിയ ഉയർച്ച എത്തിയിട്ട് നമ്മൾ നാളെ നമ്മുടെ ഒരു പ്രവൃത്തി കൊണ്ട്, നമ്മുടെ ഒരു വാക്ക് കൊണ്ട് എന്തായി തീരണം? ഗുരുവിനെ ലോകം അറിയണം. അപ്പോൾ സ്വാമി വിവേകാനന്ദൻ എന്നൊരു സന്യാസി ശിഷ്യൻ ആ ഗുരുവിനില്ലായിരുന്നെങ്കിൽ ശ്രീരാമകൃഷ്ണ പരമഹംസൻ എന്നൊരു വ്യക്തി ആ ബംഗാൾ കൽക്കട്ടയിൽ ഒരു ചെറിയൊരു സ്വാമിയായിട്ട് അറിയപ്പെടുകയുള്ളൂ. അവരാരെങ്കിലും അറിയോ? ആ മഹാത്മാവിനെ ലോകം മുഴുവൻ അമേരിക്കയിൽ പോയിട്ട് ആ രീതിയിൽ അത് സംസാരിച്ച് അവരുടെ ഹൃദയത്തിൽ ആ അനുഭൂതി ഉണ്ടായ എന്തുകൊണ്ടാണ്? ആ ഗുരുകാരുണ്യവും ആ ശിഷ്യൻ്റെ അർപ്പണവും ത്യാഗവും കൊണ്ടാണ്. അല്ല നമ്മളോടൊപ്പം സാമൂഹിക സഹോദരി സഹോദരന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഒന്നും ഉണ്ടാവില്ല. വാക്കുകൾക്ക് അതീതമായി ആ പറയുന്ന ആളുകളുടെ ഒരു അതിനു വേണ്ടിയുള്ള അവരുടെ ഒരു കഷ്ടപ്പാടുണ്ട്. അവർ ബുക്ക് നോക്കി പഠിക്കുന്നതല്ല, അവരുടെ ത്യാഗത്തിലൂടെ, അവരുടെ മനസ്സിൻ്റെ സങ്കല്പത്തിലൂടെ അത്രയും അവർ എന്തായിരിക്കും? അത് ശരി, അതെ. ആ ഒരു അറിവ് ആ ശിഷ്യൻ അവിടെ ചെന്ന് 2 വാക്ക് പറയുമ്പോൾ ഗുരുവിനെ പ്രാർത്ഥിച്ചിട്ടല്ല പറയുന്നത്. അപ്പോൾ അവർക്ക് എന്തുണ്ടാവും? ആ കേൾക്കുന്നവരുള്ളിൽ അനുഭൂതി ഉണ്ടാവില്ലേ? അപ്പോൾ ആ ഗുരുവിനെ ലോകത്തെ അറിയിച്ചതാരാണ്? ശിഷ്യനാണ്. അതുപോലെ നമ്മളെ ഓരോ പരമ്പര എടുത്തു നോക്കൂ. ക്രിസ്തു പരമ്പര, അതുപോലെ ഇസ്ലാം മത പരമ്പര, നമ്മൾ ഏതെല്ലാം പരമ്പരകൾ എടുത്തു നോക്കൂ. ആ ഒരു സ്പീച്ച്, അവരുടെ സംസാരവും അത് ആളുകളിലേക്ക് ഉണ്ടാക്കുന്ന അനുഭൂതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഒരു വേദിയിൽ ഒരു ക്രിസ്തു മത വിശ്വാസി, ഒരു ഇസ്ലാം മത വിശ്വാസി, അല്ല ഒരു ഇമാം, ഒരു പള്ളിയിലെ, പിന്നെ ഒരു പള്ളിയിലെ അച്ഛൻ, ഒരു സന്യാസി, അത് ഏതോ ആയിക്കോട്ടെ, ഒരു ഹിന്ദു മത സന്യാസി ആയിക്കോട്ടെ, നമുക്കപ്പോൾ അങ്ങനെ പറയാം, ഒരു സന്യാസി എന്ന് പറയാം. ഒരു 3 ഇരിക്കുന്ന വേദിയിൽ ഏറ്റവും കൂടുതൽ ആളുകളുടെ ഹൃദയം കീഴടക്കുന്ന പ്രസംഗം ആരുടേതാണെന്നറിയാം? അതെന്തുകൊണ്ടാണ്? അതാണ് പ്രവാചകൻ്റെ ഒരു കർമ്മം ആ പരമ്പരയ്ക്ക് കിട്ടിയതാണ്. പ്രവാചകൻ സ്കൂളിൽ പോയിട്ടുണ്ടോ? എഴുത്തും വായന ഒന്നും അറിയാം, വിദ്യാഭ്യാസം ഒന്നും പഠിച്ചിട്ടില്ല. പക്ഷേ ലോക ചരിത്രത്തിൽ ഏറ്റവും വലിയ വാഗ്മിയായിട്ട് അറിയപ്പെടുന്നത് ആരാണ്? പ്രവാചകനാണ്. യേശുക്രിസ്തു ഒന്നുമില്ല, വേറെ ആർക്കും അത്ര എത്താൻ പറ്റിയില്ല. അപ്പോൾ ആ പ്രവാചകൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു മികച്ചൊരു വാഗ്മിയായിരുന്നു അദ്ദേഹം. ഏത് പ്രതിസന്ധിയിലും എങ്ങനെ സംസാരിക്കണം, അതിനെങ്ങനെ, അത്രയ്ക്കും വലിയൊരു കർമ്മശേഷിയുള്ള ഒരു വ്യക്തിത്വമായിരുന്നു അത്. അപ്പോൾ അതെന്ത് ചെയ്ത് ആ പരമ്പരയ്ക്ക് അത് കിട്ടിയുണ്ട്. ശരി. അദ്ദേഹം ഇങ്ങനെ മക്ക വിജയം കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ മദീനയിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. മക്കയിൽ നിന്ന് അടിച്ചോടിച്ച് അവസാനം മദീനയിൽ പോയി. അപ്പോൾ ഞാൻ ഉദാഹരണം പറയാം, അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രഭാഷണ മികവിൻ്റെ ഒരു ഉദാഹരണം പറയാനാണ് അത് പറയുന്നത്. അപ്പോൾ അദ്ദേഹം മക്കയിൽ നിന്ന് അടിച്ചോടിച്ച് മദീനയിൽ പോയി. അവിടുന്ന് കുറേ ആളുകൾ കൊണ്ടുവന്ന് പെട്ടെന്ന് പറയാം മക്ക വിജയം നേടി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സ്വന്തം നാടാണ് ഇത് മക്ക. അപ്പം മദീനയിലുള്ള ആൾക്കാരിങ്ങനെ, നമ്മളങ്ങനെ പറയാലോ, ഇനിയിപ്പോൾ പ്രവാചകൻ നാട്ടിലൊക്കെ വിജയിച്ച് ഇവിടെ എത്തി, അങ്ങോട്ടൊന്നും വരില്ല, നമ്മളൊക്കെ ഉപേക്ഷിക്കും. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു സംസാരം അവിടെ വന്ന്. കാരണം സ്വന്തം നാട്, പിന്നെ കാബ എന്ന് പറയുന്ന അവിടെയാണ് അല്ലേ, അത് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം. പിന്നെ എല്ലാം കുടുംബം അവിടെ, ബന്ധുക്കളെല്ലാം അവിടെയാണ്, ജനിച്ചു പോകുന്ന നാടാണ്. അപ്പോൾ ഒരുപാട് ബന്ധങ്ങളുണ്ട്. പിന്നെ അവിടെ പോയി മദീനയിൽ പോയി കുറച്ച് കാലം താമസിച്ച് തിരിച്ചു വന്നതാണ്. അപ്പോൾ ഇവരിങ്ങനെ പറഞ്ഞു ഞങ്ങളിനി പ്രവാചകൻ നമ്മളോട് വരില്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാകെ വിഷമിച്ച് ഇരിക്കുന്ന സമയത്ത്
ഇതിങ്ങനെ പ്രവാചകൻ്റെ കാതിലെത്തി ഈ ഒരു സംസാരം. അപ്പം പ്രവാചകൻ എന്ത് ചെയ്തറിയോ, ആ മദീന വാസികളൊക്കെ അവിടെ പിടിച്ചിരുത്തി അദ്ദേഹം ഒരു പ്രഭാഷണം നടത്തി. അതിൽ ചെറിയൊരു ഭാഗം ഞാൻ പറയാം. അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ്, ഞാൻ ഇവിടുന്ന് എന്നെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് എന്നെ അടിച്ചു ഓടിച്ചെന്ന് പറയാം അല്ലേ, അങ്ങനെ തന്നെ പറയാം. അപ്പോൾ നിങ്ങളല്ല എനിക്ക് അഭയം തന്നത്, ഉണ്ടോ, നിങ്ങളല്ല എനിക്ക് ആഹാരം തന്നത്, നിങ്ങളല്ല എനിക്ക് അവിടെയുള്ള ഈ ആശയത്തെ എന്താണ് പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി തന്നത് അല്ലേ, നിങ്ങളില്ലെങ്കിൽ ഞാനില്ല. എൻ്റെ നാട്ടുകാരും ഇവിടുന്നൊക്കെ അടിച്ചോടിച്ച് അവിടെ എത്തിയപ്പോൾ നിങ്ങളല്ല എന്നെ സ്നേഹിച്ചത്. പിന്നെ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല എന്നാ പറഞ്ഞത്. നിങ്ങൾക്ക് എന്നോട് ചോദിച്ചൂടെ, നിങ്ങൾ എന്തിനാ നിങ്ങൾ പരസ്പരം ഇങ്ങനെ പറയുന്നത്, എന്തിനാ, നിങ്ങൾക്ക് എന്നോട് ചോദിച്ചാൽ പോരെ. അദ്ദേഹം എന്താ പറഞ്ഞതെന്നറിയാം, ഈ യുദ്ധം മുതലായി കുറേ സാധനങ്ങൾ കിട്ടും, ഒരുപാട് വസ്തുക്കളുണ്ടാവും. അപ്പോൾ പ്രവാചകൻ പറഞ്ഞത്, ഈ മക്ക നിവാസികൾ യുദ്ധ മുതലുകളുമായി അവരുടെ വീടുകളിലേക്ക് പോകുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകനായ ഞാൻ നിങ്ങളോടൊപ്പം മദീനയിലായിരിക്കും ജീവിക്കുക ഇനിയുള്ള കാലം മുഴുവൻ, എൻ്റെ മരണവും നിങ്ങളോടൊപ്പമായിരിക്കുന്നു. ഉണ്ടോ, പക്ഷേ പറയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഇതാവും. അപ്പോൾ അദ്ദേഹം അവസാനം മരിച്ചത് എവിടെയാണ്? മദീനയിലാണ് അദ്ദേഹം സമാധിയായത്, മക്കയിലല്ല. മദീന പള്ളി കേട്ടില്ലേ. അപ്പോൾ അത്രയും വലിയൊരു സിറ്റുവേഷനെ ആ പ്രഭാഷണം കൊണ്ട് അവരെ കീഴടക്കിയില്ലേ. മറ്റുള്ളവരൊക്കെ പോകുന്ന യുദ്ധം മുതലായിട്ട് നമുക്കതല്ല വേണ്ടത്, നമ്മളത് മതി, പ്രവാചകൻ വേണ്ട, നമുക്കെന്ത് കിട്ടിയാൽ പോരെ. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, നിങ്ങളോടൊപ്പം ഞാനുണ്ടാവും, നിങ്ങളുടെ കൂടെ ജീവിക്കും, എൻ്റെ മരണവും നിങ്ങളോടൊപ്പമായിരിക്കുന്നു. ശരി. അപ്പം ആ ഒരു പാരമ്പര്യമാണ് ആർക്ക്? ഈ പരമ്പരയ്ക്ക് കിട്ടിയത്. അപ്പം നാളെ നമ്മുടെ പരമ്പരയിൽ എന്ത് വേണം? അതിനാണ് ഈ സത്സംഗം നടത്തുന്നത്. നമ്മളാ സ്ത്രീകളായാലും ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും നമ്മുടെ ഒരു ലക്ഷ്യം തന്നെ, നമ്മൾ നാളെ ശാന്തിഗിരി പരമ്പരയിലെ ഒരാൾ ആ ഒരു വേദിയിലിരിക്കുമ്പോൾ അവിടെ ഒരു പള്ളിയിൽ അച്ഛൻ ഉണ്ടാവും, ഇമാമൊക്കെ ഉണ്ടാവും. അവിടെ നമ്മൾ സംസാരിക്കുമ്പോൾ ഗുരുവിൻ്റെ ആളെ സംസാരമാണ് അവിടെ ഏറ്റവും വലുതായിട്ട് വരുന്നത്. അതിന് നമുക്ക് എന്ത് വേണം? ആ ഒരു അറിവ് നമുക്കുണ്ടാവും. അത് മറ്റുള്ളവർ ഹൃദയത്തിലേക്ക് ഒരു എന്താ പറയുക, ഒരു വല്ലാത്തൊരു അനുഭൂതി ഉണ്ടാക്കണം. അപ്പം ഞാൻ ഗുരു എൻ്റെ അടുത്ത് ഇങ്ങനെ എന്താണ് ഈ ഗുരുക്കന്മാരെ കുറിച്ചൊക്കെ പഠിക്കാൻ പറഞ്ഞല്ലോ. അപ്പം ഞാൻ കുറേയൊക്കെ പഠിച്ചായിരുന്നു, ക്രിസ്തുവിനെ കുറിച്ചും നബി തിരുവിനെ കുറിച്ചൊക്കെ. ബൈബിളും മറ്റേ ഖുറാനൊന്നല്ല പഠിച്ചത്, അവരാ ത്യാഗ ജീവിതമാണ് പഠിച്ചത്. അങ്ങനെ ഞാൻ ചന്ദ്രൂർ ആശ്രമത്തിൽ നിൽക്കുന്ന സമയത്ത്, അപ്പോൾ ഇതുകൊണ്ട് റിലേറ്റഡ് ആയിട്ടൊരു അനുഭവം ഉണ്ട് ഞാൻ പറയുന്നത്. ചന്ദ്രൂർ ആശ്രമത്തിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു തൊട്ടപ്പുറത്തൊരു പള്ളിയുണ്ട്. അപ്പോൾ ക്രിസ്മസിന് അവരെല്ലാ വർഷവും വന്നിട്ട് അവിടെ സ്വാമിമാരെ ക്ഷണിക്കും. അപ്പോൾ അന്ന് ഞാനും അഭയതജന്യാണ്, ജന്യ അങ്ങനെ പോകുമല്ലോ. അപ്പം ഞാൻ ബ്രഹ്മചാരിയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, അപ്പോൾ ജന്യ പറഞ്ഞു ജന്യ പോകില്ലാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പള്ളിയിൽ അച്ഛനൊക്കെ വന്നു ക്ഷണിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഒരു ക്രിസ്മസ് സന്ദേശം നൽകണം എന്ന് പറഞ്ഞു, എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചാൽ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ഗുരുവിൻ്റെ പർണശാല ഉണ്ടല്ലോ, ഗുരുവിൻ്റെ അവിടെ കയറി ഇന്ന് കുറേ ദിവസം ഉണ്ട്, പിന്നെ 10 ദിവസം. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചൊരു സന്ദേശം കിട്ടണം ഗുരുവിൻ്റെ അടുത്ത് നിന്ന്. അപ്പോൾ എനിക്കൊരു സന്ദേശം കിട്ടി. അപ്പം ഞാനിങ്ങനെ അവിടെ പോയി ഇങ്ങനെ ഞാൻ ചെല്ലുമ്പോൾ കണ്ട കാഴ്ച എന്താ പറയുക, ആയിരക്കണക്കിന് ആൾക്കാർ. ഞാൻ ചെറിയൊരു പരിപാടിയാണ്. അവിടെ ചെല്ലുമ്പോൾ ഈ സ്റ്റാർ ഉണ്ടല്ലോ, സ്റ്റാറിൻ്റെ മത്സരങ്ങളാണ്, ആയിരക്കണക്കിന് സ്റ്റാറുകൾ. റോഡ് സൈഡിൽ വലിയൊരു മൈതാനമാണ്. ഞാൻ പെട്ടച്ചോൻ എന്താ ചെയ്യുക, അത്രയും വലിയൊരു വേദിയല്ലേ. അപ്പോൾ നോക്കുമ്പോൾ ഒരു പള്ളിയിൽ അച്ഛനുണ്ട്, വേറെ ഏതൊരു പള്ളിയിൽ പിന്നെ ഒരു ഇമാമുണ്ട്, ഇങ്ങനെയൊക്കെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതും ഞാനാന്ന് പറഞ്ഞു. അതൊന്നും പറഞ്ഞില്ല അവർ. ഉദ്ഘാടനം ചെയ്യണം, ക്രിസ്മസ് സന്ദേശം മുഖ്യ പ്രഭാഷണം നടത്തണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ദൈവം എന്ത് ചെയ്യും. അപ്പോൾ ഞാൻ അവിടെ ഒരു കാര്യങ്ങൾ അതിൽ 1-2 കാര്യം ഞാൻ പറയാം. അപ്പോൾ നമ്മളൊരു ക്രിസ്തു മത പരമ്പരയിൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ ക്രിസ്തുവിനെ കുറിച്ചാണ് പറയേണ്ടത്. നമ്മൾ ഗുരുവിനെ കുറിച്ച് പറഞ്ഞാൽ എന്ത് ചെയ്യും? പറ്റുമല്ലോ. അപ്പോൾ ഞാൻ അവിടെ അങ്ങനെ കയറുന്നപ്പോൾ ഒരു സന്ദേശം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഈ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അതിൽ സന്ദേശം ഗുരു തനിക്ക് ഇതാ തന്നെ, അതായത് പ്രവൃത്തിയിൽ വിനയം ഉണ്ടാവണം.
ഒരു പോയിന്റ്. എന്നിട്ട് ഞാൻ പറഞ്ഞു, അങ്ങനെ പറഞ്ഞവർക്ക് മാറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു, പ്രവൃത്തി വിനയം എന്ന് പറഞ്ഞാൽ എന്താ? അവസാന അത്താഴ ദിവസം യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുടെ കാല് കഴുകി കൊടുത്തില്ലേ? ഒരു ഗുരു തൻ്റെ ശിഷ്യൻ്റെ കാല് അത്രയും വിനയപ്പെട്ട് നമ്മളാരും ചെയ്യോ? നമ്മളെ താഴെ താഴ്ത്താൻ നോക്കുള്ളൂ, കാല് വാരാൻ നോക്കൂലേ? പിന്നെയല്ലേ കഴിയുന്നത്? ഞാൻ നിങ്ങളല്ല, പൊതുവെ ലോകത്തിൻ്റെ ഒരു ഇതാണ്. നമ്മളെപ്പോഴും ഞാൻ വലിയ ആളാണ് സ്വാമി, ഞാൻ വലിയ ആളാണ്, ഞാൻ വലിയ മാതൃകൊണ്ടത്തെ ആൾക്കാർ നമ്മളൊക്കെ പറഞ്ഞാൽ അങ്ങനെയല്ല. നമ്മളൊക്കെ താഴെ ഉള്ളവനെ ഒന്നും നമ്മൾ ചെയ്യില്ല. പ്രത്യേകിച്ച് ആരും ചെയ്യുന്നത് ഗുരു സ്ഥാനത്തിരിക്കുന്ന ആളാണ്. എന്നിട്ട് അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിച്ചു. പിന്നെ പറഞ്ഞ് പിന്നെ എന്താണ് പിന്നെ ഞാൻ പറഞ്ഞ ഒരു സഹിഷ്ണുത ഉണ്ടാവണം. മനസ്സിലായില്ലേ? നമ്മുടെ ജീവിതത്തിലൊരു സഹിഷ്ണുത ഉണ്ടാവണം. സഹിഷ്ണുത എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാം? അതായത് എതിർക്കുന്നവനെ സ്നേഹിക്കുകയും അവന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇതാണ് അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. നമ്മൾ വേണം എതിർക്കുന്നവനെ നമ്മൾ സ്നേഹിക്കും, അവന് പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പാടല്ലേ? ചിലപ്പോൾ നമ്മൾ പറയും, ഗുരുവൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ ഗുരു ഒരിക്കലും ഇത് പറഞ്ഞു, സഹിഷ്ണുത എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് പല സ്ഥലത്തും നമ്മുടെ ഗുരു. അപ്പം അത് ഞാൻ പിന്നെ പറയാം. അപ്പം ഞാൻ പറഞ്ഞു, യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ പച്ചമാംസത്തിൽ ആണി അടിച്ചിറക്കുമ്പോൾ എതിർക്കില്ലേ? അപ്പോൾ ക്രിസ്തു എന്താ ചെയ്ത്? എന്താ പറഞ്ഞത്? ഇവർ ചെയ്യുന്നവർക്ക് അറിയും, ഇവരോട് ക്ഷമിക്കണമേ, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ? അതാണ് എതിർക്കുന്നവനെ സ്നേഹിച്ച് അവന് വേണ്ടി പ്രാർത്ഥിച്ച് നമ്മുടെ കയ്യിലൊരു മുട്ടുസൂര്യത്ത് കുത്തിയാത്തപ്പോൾ നമുക്ക് ദേഷ്യം പിടിക്കൂലേ? പിന്നെ അവനെ ശപിക്കും, നമ്മൾ നശിച്ചു വിട്ടാന്ന് പറയും അല്ലേ? നമ്മളതിനോട് പ്രാർത്ഥിക്കുക ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു, എതിർക്കുന്നവനെ സ്നേഹിക്കുകയും അവന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു ക്രിസ്തു. തൻ്റെ ശരീരത്തിൽ ആണി അടിച്ച് രക്തം വാർന്നു ഒഴുകുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച്. അതല്ല ഏറ്റവും വലിയ ത്യാഗം എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞത്, ഹൃദയത്തിൽ സ്നേഹം ഉണ്ടാവണം അല്ലേ? സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ? ക്രിസ്തു പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം അല്ലേ? ഞാൻ നിങ്ങളെ സ്നേഹിച്ചത് നിങ്ങൾ പരസ്പരം, നീ നിൻ്റെ അയൽക്കാരൻ നിന്നെപ്പോലെ സ്നേഹിക്കണം. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ നിങ്ങൾ കാത്തുകൊള്ളണം. അതല്ലേ? അത്രയും വലിയ സ്നേഹത്തിൻ്റെ ഒരു പ്രവാചകനായിരുന്നു ആര്? ക്രിസ്തു അല്ലേ? ഈ 3 കാര്യങ്ങളും 3 അനുഭവങ്ങളും കൂടി ഇങ്ങനെ പറഞ്ഞപ്പോൾ അവരാകെ ഞെട്ടി. പിന്നെ ഞാൻ ഒരു അനുഭവം കൂടി പറഞ്ഞു. ഞാൻ പറഞ്ഞത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളണം എന്നാണ് ക്രിസ്തു പറഞ്ഞത്. അപ്പോൾ ആ ഗുരുവിനെ സ്നേഹിക്കുന്നതാണ് ശരിക്കും എന്താണ്? ഗുരുവിൻ്റെ വാക്കുകളെ അനുസരിക്കലാണ്. അല്ലാതെ ഗുരുവിനെ കാണും ഭയങ്കര ഭക്തി, ഭയങ്കര നമസ്കരിക്കൽ, ഭയങ്കര ഇതല്ല. ഗുരു പറഞ്ഞ രീതിയിൽ ശിഷ്യൻ ജീവിക്കുകയാണ്. അപ്പോൾ മാത്രമേ ഗുരുവിൻ്റെതായിട്ടുള്ളൂ. അപ്പോഴാണ് ക്രിസ്തുവിൻ്റെ അടുത്ത് ക്രിസ്തുവിൻ്റെ അമ്മ വന്നു എന്ന് ശിഷ്യന്മാർ വന്ന് പറയുമ്പോൾ ക്രിസ്തു ചോദിച്ചു, ആരാണ് എൻ്റെ അമ്മ? യഥാർത്ഥത്തിൽ എൻ്റെ അമ്മ ആരാണ്? എൻ്റെ പിതാവിൻ്റെ ഹിതം നടപ്പിലാക്കുന്നവൻ ആരോ അവരാണ് എൻ്റെ അമ്മ. കണ്ടോ? സ്വന്തം അമ്മയെന്നല്ല പറയുന്നത്, അവരാണ് എൻ്റെ സഹോദരൻ, അവരാണ് എൻ്റെ സഹോദരി. അപ്പം എന്താണ് നമ്മൾ പഠിക്കേണ്ടത്? ആ ദൈവത്തെ നിശ്ചയക്കൊത്ത് നമ്മളൊക്കെ ജീവിക്കാൻ നമ്മളാരായി മാറും? ഗുരുവിൻ്റെ മക്കളായിട്ട് മാറൂലേ? പിന്നെ ഞാൻ പറഞ്ഞു, ആ കൽപ്പനകളെ കാത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ എന്തായി തീരണം? ഗുരുവിൻ്റെ നമ്മളെ കാണുമ്പോൾ ഗുരുവിനെ ഓർമ്മ വരണം. എന്നിട്ട് ഞാനൊരു അനുഭവം പറഞ്ഞു. ആ അനുഭവം എന്ന് പറഞ്ഞാൽ അതിന് വലിയൊരു അനുഭവം വേറെ ഉണ്ട്. അപ്പോൾ ഞാൻ കൊല്ലത്തായിരിക്കുന്ന സമയത്ത് നമ്മുടെ തിരുവനന്തപുരം ആശ്രമത്തിലേക്ക് ഒരു അച്ഛനെ ക്ഷണിക്കാൻ വേണ്ടി പോയി. ഫാദർ ബോബി ജോസ് എന്ന് പറയും. അദ്ദേഹം ഭയങ്കര പ്രസംഗിയാണ്, യൂട്യൂബിലൊക്കെ ആണ്, ഈ ഓരോ TV-യിലൊക്കെ പ്രസംഗിക്കുക, വലിയൊരു പ്രഭാഷകനാണ്. അവർ കപ്പുച്ചി എന്ന് പറഞ്ഞാൽ ഈ മറ്റേ ഫ്രാൻസിസ് അസീസിയുടെ ഒരു ഗ്രൂപ്പാണ് അവർ. അപ്പോൾ അവരെ വിളിക്കാൻ വേണ്ടി ഞങ്ങൾ പോവാണ്. ആ പോകുന്ന സമയത്ത് ഒരു വലിയ 2 പള്ളിയുണ്ട്. അപ്പോൾ ഒരു പള്ളിയിൽ അവിടുത്തെ ബിഷപ്പ് വന്ന് വരികയാണ്. അപ്പോൾ റോഡൊക്കെ ബ്ലോക്ക് ആക്കി. നമുക്ക് അപ്പുറത്തെ പള്ളിയിലാണ് പോകേണ്ടത്. ഇതിൻ്റെ മുന്നിൽ കൂടെ അപ്പുറത്തേക്ക് പോകാൻ ഫുള്ള് ബ്ലോക്ക്, ഒരു വണ്ടിയും വിടില്ലാന്ന്. അപ്പോൾ ഞാനന്ന് വെമ്മേരിയല്ലേ, അപ്പോൾ ഈ നമ്മളെ ജുബയൊക്കെ ഇട്ട് ഇങ്ങനെ ഫ്രണ്ടിലിരുന്നപ്പോൾ നമ്മളെ വണ്ടിയെ തടഞ്ഞ ആൾക്കാർ.
അപ്പോൾ ഒരാൾ ദൂരെ നിന്ന് ഓടി വന്നു, എടാ ഇത് നമ്മുടെ അച്ഛൻ്റെ വണ്ടിയാണ്, അവർ വെച്ച് പള്ളിയിൽ അച്ഛനാണ്, അവർക്കറിയില്ലോ ഈ വണ്ടി വിടുമെന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ഒന്നും മിണ്ടിയില്ല, അച്ഛനെങ്കിൽ അച്ഛൻ അപ്പുറത്തേക്ക് പോകണ്ടേ. നമ്മളൊക്കെ ഈ ജുബൊക്കെ ഇട്ടിട്ട് പലരോട് ചോദിച്ചിട്ടുണ്ട്, അച്ഛനാണോ ചോദിച്ചിട്ടുണ്ട്. പണ്ട് ഞാൻ പബ്ലിസിറ്റി വണ്ടിയിൽ പോയ സമയത്തെ ഭയങ്കര വിറ്റായി. നീലേശ്വരം തന്നെ സ്ഥലമുണ്ട്, അറിയാലോ, കാസർഗോഡ് കാഞ്ഞങ്ങാട്. അപ്പോൾ അവിടെ ഇങ്ങനെ വണ്ടി നാഷണൽ ഹൈവേയിൽ ഇട്ടിട്ട്, അന്ന് ഞാൻ ചെമ്മേരി ഒന്നല്ല, ഞാൻ വെള്ളയുടെ വെള്ള ഷർട്ടും വെള്ളം മുണ്ടിട്ട് ഒരു നീല ബസ്സാണല്ലോ. അപ്പോൾ ഇവർക്ക് നീല എന്തൊക്കെ പരിപാടി ഉണ്ട് ഇവർക്ക്, ശാന്തിയിൽ എന്നൊക്കെ ഉള്ള. അപ്പോൾ ഞാൻ അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കൈയും കെട്ടി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഒരാൾ നിന്നോട് ചോദിക്കാം കേട്ടോ, അച്ഛനാണെന്ന് വെച്ച്. ഞാൻ കല്യാണം അച്ഛനായില്ലല്ലോ. അപ്പോൾ ഞാൻ പുള്ളി അന്ന് ബ്രഹ്മേരി ഒന്നല്ലല്ലോ. അപ്പോൾ പുള്ളി എന്നെ കണ്ടപ്പോൾ വെച്ച് ഏതോ ഒരു അച്ഛനാന്ന് വിചാരിച്ചു. അപ്പം ഞാൻ പറഞ്ഞ അച്ഛനല്ല, ശാന്തിയുടെ അച്ഛനാണ്. പക്ഷെ ബ്രഹ്മേരി ആയി കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ ഒരു ഇത് ജുബയൊക്കെ വേഷം അതാണല്ലോ. അപ്പം ഞാൻ അച്ഛനല്ലാന്നും പറഞ്ഞില്ല, ആണെന്നും പറഞ്ഞ, ഇങ്ങനെ ആക്കി. അങ്ങനെ ഞങ്ങൾ ആ പള്ളിയിൽ പോയി. അവിടെ പോയി കഴിഞ്ഞപ്പോൾ ഈ ഫാദർ അവിടെ ഉണ്ട്. ഈ ഫാദർ അവിടെ പോയി അദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഓട്ടോറിക്ഷ അവിടെ വന്നു. ഓട്ടോറിക്ഷ വന്നപ്പോൾ ഞങ്ങൾ പിന്നെ അകത്ത് കയറി എന്താ ഭക്ഷണമൊക്കെ വെള്ളം കുടിക്കുകയാണ്. അപ്പോഴാണ് ഈ ഓട്ടോറിക്ഷ വന്നത്. അപ്പോൾ അച്ഛൻ അങ്ങോട്ട് പോയി, പുറത്തോട്ട് പോയി. കുറച്ച് 15 മിനിറ്റ് കഴിഞ്ഞാൽ അച്ഛൻ ഇങ്ങോട്ട് തിരിച്ചു വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, സ്വാമി ഇയാളെന്ന് പറഞ്ഞാൽ ഭയങ്കര ഈ വലിയ ഇതൊക്കെ ചെയ്യുന്ന ആളാണ്, ഈ ഭൂതപേത പിശാചികളെ ഒഴിപ്പിക്കുക, അങ്ങനെയൊക്കെ വലിയ സംഭവം അയാൾ. അപ്പോൾ ഇയാൾ എന്നോട്, സ്വാമി എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യൂ എന്നപ്പോൾ ഞാൻ പറഞ്ഞു, എന്താണെന്ന് വെച്ച് എൻ്റെ ഒന്ന് വരും. അങ്ങനെ പോയി നോക്കുമ്പോൾ എന്താണെന്നറിയാം, ഒരു 18 വയസ്സ് പ്രായമുള്ളൊരു പെൺകുട്ടി, ആ ക്രിസ്തു വിശ്വാസിയാണ് അവളുടെ ശരീരത്തിലൊരു പ്രേതം എന്തൊക്കെ പറയില്ലേ, എന്തോന്ന് കയറിയിട്ട് അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു. അപ്പം ഞങ്ങൾ ചെറുതായി കേൾക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോകണ്ടല്ലോ, നമുക്ക് അതുകൊണ്ട് ആവശ്യമില്ലല്ലോ, അവരുടെ അടുത്ത് വന്നതല്ലേ. അച്ഛൻ വരെ. അപ്പം ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഈ കുട്ടി കിടന്നിങ്ങനെ, നമ്മൾ കണ്ടില്ലേ പിശാചി നടക്കുന്ന പോലെ ഇങ്ങനെ ഇവർ കയ്യും കാലും പിടിക്കുന്നു, കുട്ടികളെ വിളിക്കുന്നു. അപ്പം അച്ഛൻ്റെ അടുത്ത് കയ്യിൽ മറ്റേ കുരിശുണ്ട്, അച്ഛൻ കുരിശായിട്ടുമ്പോൾ അത് ദേഷ്യം കൂടുന്നു. കാരണം കുരിശിനാടി വലിയ സാധനമാണ്, ഇതിനകത്ത് കയറിയെന്ന് മനസ്സിലായി. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛനോട് അച്ഛൻ കുരിശ് കാണിക്കണ്ട, സാധാരണ പറഞ്ഞാൽ എനിക്ക് തോന്നി, കാരണം കാണിച്ചിട്ട് കാര്യമില്ല. അപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചു. അപ്പം നമുക്ക് അങ്ങനെ ചെയ്തുകൂടല്ലോ, ഇതെന്താണെന്നറിയില്ലോ. പക്ഷെ ഞാൻ പറഞ്ഞു, നമ്മളെ കൂടെ അന്ന് 2-3 വിശ്വാസികൾ, ഞാൻ പറഞ്ഞു നിങ്ങളത് പ്രാർത്ഥിക്കുന്ന പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത് എല്ലാവരും 5 മിനിറ്റ് മനസ്സിൽ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ സംഭവം നോർമലായി. അച്ഛനെ ഞെട്ടിപ്പോയി. നമ്മളിത് പോകാനൊന്നുമല്ല, നമ്മളത് പേര് കയറില്ല വെച്ചിട്ടാ, ഇങ്ങോട്ട് പാഞ്ഞ് കയറണ്ടല്ലോ. അതിപ്പോൾ ആ കുട്ടിയുടെ നമുക്ക് അങ്ങനെ നമ്മൾ ചെയ്യുന്നത് ശരിയല്ല. നമ്മൾ പോയിട്ട് ആ കർമ്മം പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ പ്രാർത്ഥിക്കുക, ദൈവം നിശ്ചയം എന്താണോ അത് നമ്മളോട് കയറാതിരിക്കാൻ മാത്രമല്ല, നമ്മളുടേതായ ഒരു സങ്കല്പം നമ്മൾ ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ അവസാനം എല്ലാം കൂടി പാഞ്ഞ് കയറി അവസാനം നമ്മൾ പണിയായി പോകും. ഞാൻ നല്ലോണം പ്രാർത്ഥിച്ച് കയറണമെങ്കിൽ എന്ത് ചെയ്യാനപ്പോൾ കയറണ്ടെന്നും പ്രാർത്ഥിച്ചില്ല, കയറണമെന്നും പ്രാർത്ഥിച്ചില്ല. ഗുരുവിൻ്റെ ഇച്ഛ എന്താണോ നടക്കണം. ആ കുട്ടി എന്ന് പറഞ്ഞാൽ ഒരു ഗുരുവിൻ്റെ എല്ലാം ഗുരുവിൻ്റെ മക്കളല്ലേ, ഒരു വിശ്വാസി വന്നില്ല എന്നല്ലേ ഉള്ളൂ. ഈ കുട്ടി പെട്ടെന്ന് നോർമലായി, അവരപ്പം തന്നെ പോയി. പിന്നെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ആ ആശ്രമത്തിൻ്റെ ഹെഡാണ്, അയാളാണ് അവിടുത്തെ ഈ മഠാധിപതി എന്നൊക്കെ പറയുന്നത്, നമ്മുടെ പുറത്തുള്ള പുള്ളി തന്നെ നമുക്ക് ആഹാരമൊക്കെ വിളമ്പിത്തരുന്നു. ഞാൻ ഞെട്ടിപ്പോയി. സാധാരണ അങ്ങനെ ഇവരൊന്നും അങ്ങനെ ചെയ്യും. പക്ഷേ ഈ ഫ്രാൻസിസ് അസീസിയുടെ ഒരു പ്രത്യേകത, ആ പരമ്പര നല്ല ലാളിത്യമുള്ള പരമ്പരയാണ്. അവർ ചെരുപ്പ് കാറിലൊന്നും പോവില്ല, ബസ്സിലൊക്കെ യാത്ര ചെയ്യുള്ളൂ, വലിയ ആഡംബര ജീവിതങ്ങളൊന്നുമില്ല, ഭയങ്കര ലാളിത്യമാണ്. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ഈ ഫ്രാൻസിസ് അസീസിയെ കുറിച്ച് കുറേ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് വലിയൊരു അദ്ദേഹത്തിൻ്റെ ഒരു ഈ ജീവിതം കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഇങ്ങനെ ഒരാളൊക്കെ ക്രിസ്തു പരമ്പരയിൽ ആ രീതിയിലുള്ള ഒരാളൊക്കെ മാർപ്പാപ്പയായിട്ട് വരണമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. അപ്പോൾ ഈ മാർപ്പാപ്പയെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോൾ ആ മാർപ്പാപ്പയെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അവർക്ക് ആ പേര് അവർക്ക് സെലക്ട് ചെയ്യാം, എന്താണോ പോപ്പിൻ്റെ പേര് എന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇയാൾ ഫ്രാൻസിസ് അസീസിൻ്റെ ഒരു പരമ്പര എടുക്കണം എന്നെനിക്കൊരു മനസ്സിലൊരു ആഗ്രഹം വന്നു. പിറ്റേ ദിവസം ഞാൻ ഉണ്ടല്ലോ ഈ പത്രം എടുത്ത് വായിച്ചു നോക്കുമ്പോൾ ഇപ്പോഴത്തെ മാർപ്പാപ്പൻ്റെ പേരെന്താ അറിയില്ല. അയ്യോ അതൊക്കെ അറിയണ്ടേ, ഫ്രാൻസിസ്.
അപ്പോൾ അദ്ദേഹം സ്വീകരിച്ച പേരെന്താ പറയുക, റിലേറ്റഡായിട്ട് ഞാൻ പറയാണ്, ആ പേരാണ് അദ്ദേഹം സ്വീകരിച്ചത്. രാവിലെ ഞാൻ ഞെട്ടിപ്പോയി. അദ്ദേഹം ഫ്രാൻസിസ് അസീസിയുടെ ആ ഫ്രാൻസിസ് എന്ന് പറഞ്ഞ ഒന്നാമനാണ്, മനസ്സിലായി. മറ്റേ ജോൺ പോൾ ഒന്നാമൻ, രണ്ടാമൻ, അത് കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഇദ്ദേഹം സ്വീകരിച്ചത്, അപ്പോൾ വേറൊരു ഫ്രാൻസിസ് ഉണ്ട്, വേറൊരു ഫ്രാൻസിസ്. അപ്പോൾ അതല്ല, ആൾക്കാർ വെച്ചാൽ അതാണ് ആദ്യം വിചാരിച്ചത്, വേറൊരു ഫ്രാൻസിസ്. അപ്പോൾ ഇദ്ദേഹം സ്വീകരിച്ചത് ഈ ഫ്രാൻസിസാണ്. അപ്പോൾ അവർ ചെയ്ത്, അപ്പോൾ ഈ അച്ഛൻ എന്ന് പറഞ്ഞാൽ ആ ഇതിലായതുകൊണ്ട് അവരെങ്ങനെ ജീവിക്കും. അങ്ങനെ അച്ഛൻ പോകാൻ നേരത്തെ എനിക്കൊരു പുസ്തകം തന്നു. അതിനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അത് പറയാൻ വേണ്ടിയാണ് ഇങ്ങനെ വന്നത്, മനസ്സിലായില്ല. അപ്പോൾ ആ പുസ്തകത്തിൽ എനിക്കൊരു പുസ്തകം, അത് ഞാൻ വായിച്ചു നോക്കി. ആ പുസ്തകത്തിൽ ഒരു അനുഭവം പറയുന്നുണ്ട്. ആ അനുഭവം എന്താണെന്നറിയാം. അതാണ് ഞാൻ ആ വേദിയിൽ പറഞ്ഞ ഒരു കാര്യം കൂടി. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഗുരു നമ്മളിലൂടെ ജീവിക്കണം, നമ്മളെ പ്രവൃത്തി കൊണ്ട് ഗുരു മഹത്വമാകപ്പെടണ്ടേ. അപ്പോൾ ഇംഗ്ലണ്ടിലാണ് നടന്ന സംഭവം. അതൊരു റെയിൽവേ സ്റ്റേഷനിൽ എന്ന് പറഞ്ഞാൽ അറിയാം, ഭയങ്കര തിരക്കായിരിക്കും, ആൾക്കാർ ഫുൾ ആളുകളിങ്ങനെ, ഈ തിരക്ക് പിടിച്ച ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഈ ലണ്ടൻ റെയിൽവേ സ്റ്റേഷനിലെ ആളുകളിങ്ങനെ ഒരു വളരെ തിരക്ക് പിടിച്ച് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ട്രെയിൻ വരും. അപ്പോൾ അവിടെ ഒരു അന്ധനായൊരു മനുഷ്യനുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കുറേ കളിപ്പാട്ടങ്ങളുണ്ട്. ഈ കളിപ്പാട്ടങ്ങൾ ഇദ്ദേഹം ഇത് വിറ്റിട്ട് വേണം അയാൾക്ക് ജീവിക്കാൻ. അപ്പോൾ ഇയാളുടെ ഈ കളിപ്പാട്ടം ഇയാൾ കയ്യിൽ വെച്ച് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ട്രെയിൻ വന്ന സമയത്ത് ഇതേ തട്ടിയിട്ട് ഇതെല്ലാം മറിഞ്ഞ് വീണ്. അത്യാവശ്യം ആൾക്കാർ ഓടുമല്ലോ. ഓടുന്ന സമയത്ത് ഇതെല്ലാം മറിഞ്ഞു വീണ സമയത്ത് എല്ലാവരും ഓടിക്കയറി. പക്ഷെ ഒരു മനുഷ്യൻ ഇദ്ദേഹത്തെ പിടിച്ചിട്ട് എന്ത് ചെയ്ത് അവിടെ ഒരു ബെഞ്ചിൽ ഇരുത്തിയിട്ട് ആ ട്രേ ഉണ്ടോ താഴെ പോയ ആ ട്രേ എടുത്തിട്ട് അദ്ദേഹത്തിന് കയ്യിൽ വെച്ചു കൊടുത്തു. എന്നിട്ട് അദ്ദേഹം ആ കളിപ്പാട്ടം മുഴുവൻ അതിൽ പെറുക്കി അടുക്കി വെച്ചു കൊടുത്തു. ഇത് കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യന് ഭയങ്കരമായി, കണ്ണു കാണാത്ത മനുഷ്യൻ ഭയങ്കര ഇതായില്ലേ. അപ്പോൾ ഇയാൾ പെട്ടെന്ന് ഇങ്ങനെ പിടിച്ച് കൈ കയറി പിടിച്ചിട്ട് ഇയാൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എന്താ ചോദിച്ചതെന്നറിയാം? സാർ, താങ്കൾ ക്രിസ്തു ആണെന്ന് ചോദിച്ചു. ഇപ്പം അടുത്ത് നടന്ന സംഭവമാണ്. 2000 വർഷം ക്രിസ്തു പോയല്ലോ. അദ്ദേഹം പറയാണ്, ഈ ജീവിതയാത്ര എല്ലാവരും ഇങ്ങനെ അവരുടെ കാര്യത്തിന് ഓടുകയല്ലേ. അപ്പോൾ ഈ പാവപ്പെട്ട അന്ധനായ മനുഷ്യനെ സഹായിക്കാൻ കാണിച്ചൊരു മനസ്സ് ക്രിസ്തുവിൻ്റെതാണ്. ഉണ്ടോ? അയാളൊരു ക്രിസ്തുമത വിശ്വാസിയാണ്. അയാൾ അത് ചെയ്തപ്പോൾ അയാൾ കൈ പിടിച്ച് ചോദിച്ചിട്ടുണ്ടല്ലോ, ക്രിസ്തു ആണോ എന്ന് ചോദിച്ചതേ. ക്രിസ്തു എല്ലാം നിങ്ങൾക്ക് അറിയാലോ. പക്ഷെ അയാളുടെ പ്രവൃത്തി കൊണ്ട് ആരായി മാറി? മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളെ കാണുമ്പോൾ, അപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ എന്തായി, നിങ്ങളെ കാണുമ്പോൾ ഗുരു എന്നെ ഓർക്കണം എന്ന് പറഞ്ഞില്ലേ. അപ്പം നമ്മളോട് ആൾക്കാർ എന്ത് ചെയ്യണം? അങ്ങനെയൊന്നും ചോദിക്കണ്ട നമ്മളോട്, അത്രയൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. എന്നാലും ശാന്തിഗിരിക്കാരൻ്റെ പ്രവൃത്തി കണ്ടിട്ട് ഗുരുവിനെ മഹത്വപ്പെടുത്തുന്ന ഒരു കഴിഞ്ഞ പ്രാവശ്യം അനുഭവം പറഞ്ഞില്ലേ, ആ ലെവലിലേക്ക് നമ്മൾ പ്രവൃത്തി എത്തണ്ടേ. ആ ഒരു കാര്യം കൂടി ഞാൻ അവിടെ സംസാരിച്ച്, അങ്ങനെ കുറേ കാര്യങ്ങൾ സംസാരിച്ച് കഴിഞ്ഞ് അങ്ങനെ പിന്നെ അവിടുത്തെ എന്നെ ക്ഷണിക്കാൻ വന്ന അച്ഛല്ലേ, അച്ഛൻ വന്ന് പറയാം, ശാന്തിഗിരിയുടെ സ്വാമി വന്ന് ഇതൊക്കെ പറഞ്ഞ് നമുക്ക് പുള്ളി പറയാം, ഞങ്ങൾക്ക് അതായത് ആ ഇതിൽപ്പെട്ട ആൾക്കാരെ നമുക്ക് പോലും അതൊരു കേട്ടൊക്കെ സംഭവം, അത് കുറേയൊക്കെ ഇതൊന്നും അവർ കേട്ടിട്ടുണ്ടാവില്ല, ഈ ക്രിസ്തു ഈ ട്രെയിനിൻ്റെ കഥയൊക്കെ സംഭവം. അതുകൊണ്ട് എനിക്കൊന്നും പറയാനില്ല, ഇനിയൊന്നും പറയാനില്ല. അതന്നെ. അപ്പോൾ അവിടെ എന്ത് ചെയ്ത് ആ പള്ളിയിലെ അച്ഛനും മറ്റേ ഇമാമും ഇവർക്കൊക്കെ ഒന്നും പറയാനില്ല. അവിടെ എന്തായി സംഭവമൊക്കെ ഇല്ലേ. പിന്നെ അവിടെ പ്രഭാഷണം കഴിഞ്ഞ് പോകുന്ന സമയത്ത് എല്ലാവരും എഴുന്നേറ്റ് എല്ലാവരും ഞാൻ പോലും ഞെട്ടിപ്പോയി. ആളുകൾക്കൊക്കെ ഭയങ്കര എന്നെ പിടിക്കുന്നു, അങ്ങോട്ട് പിടിക്കുന്നു, അങ്ങോട്ടാവുന്നു, അത് ഞാൻ പറയുന്നില്ല. ആൾക്കാർ പോയി സന്തോഷമായി. അത് കഴിഞ്ഞ് നമ്മുടെ ഗുരുവിൻ്റെ വലിയ ചോദ്യം വരുമല്ലോ ജനുവരിയിൽ. അപ്പോൾ ഈ പള്ളിയിൽ അച്ഛനെ ക്ഷണിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി. അവിടെ അവർ ക്ഷണിക്കണ്ടേ. അപ്പോൾ അവിടെ പോയ സമയത്ത് അച്ഛൻ അവിടെ ഇല്ല. അപ്പോൾ അവിടെ 2 സിസ്റ്റർമാർ, കുറച്ച് പ്രായമുള്ള 2 സിസ്റ്റർമാർ. അപ്പോൾ ഞാൻ ഇങ്ങനെ സുഗുരേഷൻ അങ്ങനെ പറഞ്ഞിങ്ങനെ, ആ സ്വാമി നമുക്കൊരു അന്ന് വന്നതല്ലേ, അത് ഭയങ്കര സന്തോഷമായി അവർക്ക്. ഞങ്ങൾക്ക് അന്ന് പ്രഭാഷണം ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ്റെ സ്ഥലത്തുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ പോയി. അവർക്കൊരു കോളേജുണ്ട്, ഈ കോളേജിലാണ് ഇവർ പഠിപ്പിക്കുന്നത്. ഈ അച്ഛൻ അവിടുത്തെ അവർക്ക് കോളേജൊക്കെ ഉണ്ടാവുമല്ലോ. ഞങ്ങളങ്ങോട്ട് ചെന്ന അച്ഛൻ അവിടെയുള്ള കുട്ടികളെല്ലാം വിളിച്ച്
ഇപ്പോഴാണ് വിളിച്ചിട്ട് അവരൊക്കെ അന്ന് വന്നായിരുന്നു, കുറച്ച് പേരൊക്കെ വരാത്തവരുണ്ട്. ഞാനിത് പറയുന്നത് എൻ്റെ ഇത് പറയാൻ വേണ്ടിയല്ല കേട്ടോ, അങ്ങനെ ചിന്തിക്കരുത്. നമ്മളാ ഗുരുവിൻ്റെ ഒരു സ്നേഹം, അവരെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അവർ ഗുരു മഹത്വപ്പെടുന്ന കാര്യം പറയണം. ഈ അച്ഛൻ പറയാണ്, അന്ന് സ്വാമി വന്ന് സംസാരിച്ചില്ലേ, അത് ഞങ്ങളിപ്പോൾ ഇവിടെ റെഫറൻസ് ആയിട്ട് വെക്കുകയാണ്, കുട്ടികൾക്ക് ക്ലാസ് എടുത്ത് കൊടുക്കാൻ. ആ കൈ പിടിച്ച കാര്യമല്ലേ. അപ്പോൾ അന്നത്തെ ആ പ്രസംഗം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഞങ്ങൾ മറക്കൂല. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഞങ്ങളെ ഗുരു അത്രയും വലിയൊരു സംഭവമാണ്. അത്രയും കാര്യങ്ങൾ ഞങ്ങളെ കുട്ടികളൊക്കെ അന്ന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണൊക്കെ. അപ്പോൾ ഞാനിത് പറഞ്ഞത് എന്താണ്, നമ്മുടെ ആ ഒരു വാക്ക് കൊണ്ടും പ്രവൃത്തി കൊണ്ടും എന്താവണം, ആളുകൾക്ക് എന്താവണം, ഒരു അനുഭൂതി. അതിനാണ് ഞാൻ പറഞ്ഞത്, മനസ്സിലായില്ലേ? ആളുകൾ നമ്മുടെ പ്രവൃത്തി കൊണ്ടും വാക്ക് കൊണ്ടും അവർക്ക് എന്തുണ്ടാവണം, അവർക്ക് അനുഭൂതി കിട്ടണം, അവരെ കർമ്മങ്ങൾ മാറിപ്പോകണം, മനസ്സിലായില്ലേ? ഇതാണ് നമ്മുടെ വിഷയം. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ എന്തല്ല ജ്ഞാനമാർഗമാണ്. ഇതെവിടുന്ന് അങ്ങനെ നമ്മുടെ ഇത് ഗ്രന്ഥങ്ങൾ പഠിച്ചിട്ട് എടുക്കുന്ന അറിവുകളല്ല. അതുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ എന്ത് വരണം, ഈ വാക്കുകൾ ഇങ്ങനെ വരണം. അപ്പോൾ മറ്റുള്ളവരിനൊരു സമാധാനം കിട്ടും, മനസ്സിലായില്ലേ? പിന്നെ ഞാൻ ഒരു ചെറിയ ഒരു 5 മിനിറ്റ് പറഞ്ഞ് അവസാനിപ്പിക്കാം. പിന്നെ മാത്രം ഉണ്ടാകാൻ സംസാരിക്കണം. ഇതിനോട് റിലേറ്റഡ് ആയതുകൊണ്ട് ഞാനിത് പറയുന്നത്. അപ്പം ഞാൻ ആശ്രമത്തിൽ പോയി പിന്നെ വീട്ടിൽ നിൽക്കുന്നൊരു സമയം. അപ്പോൾ ഞാൻ ഡെയിലി വൈകിട്ട് വരുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്തുണ്ട്. സുഹൃത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുറച്ച് ഏജാണ്. അപ്പോൾ എൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, എനിക്ക് ചെറിയ കുട്ടികൾ മുതൽ പ്രായമുള്ള ആൾക്കാരുടെ വരെ ഞാൻ ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ്. ഞാൻ ചെറുപ്പം മുതലേ അങ്ങനെ എന്താണെന്നറിയില്ല, എല്ലാ നാട്ടിലെ സകല ആൾക്കാർക്കും ഞാൻ ഭയങ്കര എല്ലാ സ്ഥലത്തും എല്ലാത്തിനും പോവും. ഒരു കല്യാണം ഉണ്ട്, ഒരാഴ്ച മുന്നേ അവിടെ പോവും. പിന്നെ ഓരോ പ്രവർത്തനങ്ങൾ, അങ്ങനെ കാര്യത്തിലൊക്കെ എല്ലാവരും ഒരു ജനകീയമായ ഒരു മുഖം. നമ്മളെല്ലാവർക്കും ഭയങ്കര, എല്ലാ ജാതി മതമൊന്നുമില്ല. അസം വരുന്നതിന് മുമ്പേ അങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു സുഹൃത്ത് എന്ന് പറയുന്നത്, അത് എല്ലാ തരത്തിലും പെട്ട ആൾക്കാരുണ്ടാവും. നല്ല ആൾക്കാരാണ്, ചീത്ത ആൾക്കാരാണ്. ഞാനിത് പറഞ്ഞു വരുന്നത്. ഈ സുഹൃത്ത് തന്നെ അത്യാവശ്യം മദ്യപിക്കുന്ന ആളാണ്. അദ്ദേഹം നമ്മൾ സുഹൃത്താണ്. അത് എന്നെക്കാട്ട് കുറച്ച് ഏജ് ഓവറായ ആളാണ്, കുറച്ച് പ്രായമുണ്ട്. അപ്പം കല്യാണം കഴിച്ചു കുട്ടികളൊക്കെ ഉള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹം ഡെയിലി വൈകുന്നേരം വെള്ളം അടിച്ചിട്ട് വീട്ടിൽ ചെന്ന് ഭാര്യയും മക്കളെയൊക്കെ ഉപദ്രവിക്കും. അപ്പം ഞാനിങ്ങനെ അദ്ദേഹത്തിന് അങ്ങനെയാണ് സംഭവം. അപ്പം ഞാൻ വൈകിട്ട് വരുമ്പോൾ അദ്ദേഹത്തെ കാണും. അപ്പോൾ അദ്ദേഹത്തോട് നമ്മൾ ഗുരുവിനെ കുറിച്ച് പറയാം. നമ്മളെ ഏറ്റവും വലിയ അതല്ലേ ആ സമയത്ത് ചെറുപ്പത്തല്ലേ സംസാരിക്കും. 1.5 മണിക്കൂർ സംസാരിക്കും, ഞാൻ പോകും. പിറ്റേ ദിവസം ഞാൻ എന്നെ കാത്തു നിൽക്കും, അന്ന് ഞാൻ സംസാരിക്കും, ഞാൻ പോകും. കുറേ ദിവസം തുടർച്ചയായിട്ട് ഇത് സംഭവിച്ച് പിന്നെ എനിക്ക് പെട്ടെന്ന് വരാൻ പറ്റിയില്ല. എന്നാൽ ആശ്രമത്തിൻ്റെ എന്തോ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വീട്ടിലേക്ക് വരാനാവാത്ത കുറച്ച് സാഹചര്യം ഉണ്ടായി. അപ്പം അത് കഴിഞ്ഞ് പിന്നെ ഇദ്ദേഹത്തെ 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് കാണുന്നത്. അപ്പം ഇദ്ദേഹം എന്നോട് കൊണ്ട് എന്ത് പറ്റി എന്ന് ചോദിച്ച്, കുറേ ദിവസം കണ്ട എങ്ങനെയായിരുന്നു. അപ്പം ഞാൻ വെച്ചാൽ പുള്ളിക്ക് ഭയങ്കര ടപ്പായിരുന്നു. ഞാൻ ഇത്രയും വിഷമമൊക്കെ എന്നെ കാണാത്തതുകൊണ്ട്. അപ്പം ഞാൻ വെച്ചാൽ എന്താണ് നിങ്ങൾക്ക് പ്രശ്നം പറയും, എന്താണ് എന്നെ കാണാത്തത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോൾ അയാളെന്താ പറഞ്ഞതെന്നറിയാം? അയാൾ പറഞ്ഞു, ഞാൻ പോലും ഞെട്ടിപ്പോയി. അയാൾ പറയാണ്, അവൻ്റെ പൂർവാശ്രമത്തിൻ്റെ പേര് വിളിച്ചിട്ടാണ് പറയുന്നത്. അയാൾ എന്നെ കണ്ടിട്ട് സംസാരിച്ചിട്ട് അദ്ദേഹം ഈ കുടിക്കാനുള്ള ടെൻഡൻസി ആയിട്ട് ഉണ്ടാവില്ല. പിന്നെ അത്രയും ദിവസം അയാൾ കുടിച്ചില്ല എന്നാണ്. അയാൾക്ക് ഈ സംസാരിക്കുന്ന ദിവസങ്ങൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എന്തോ ഒരു മാറ്റം സംഭവിക്കുന്നു. ഇയാൾ അന്ന് വീട്ടിൽ പോയാൽ അല്ല മദ്യപിക്കൂല. അത്രയും ദിവസം ഞാൻ മദ്യപിച്ചില്ല. അപ്പം ഞാൻ ഞെട്ടിപ്പോയി. കണ്ടോ, നമ്മുടെ ആ ഗുരുവിനെ കുറിച്ച് പറയുമ്പോൾ അയാളുടെ അതൊരു ഈ കുടിക്കാനുള്ള ഒരു വാസന പോലും അയാൾക്ക് ഇല്ലാതായി. അപ്പം ഞാൻ ശാന്തിയാനം വലിയത് പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, കുടിയന്മാരെ കുട്ടികൾ വരണ്ടേ, തമാശ പറഞ്ഞാണ്. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ആ അദ്ദേഹത്തിൻ്റെ ജീവനിൽ അങ്ങനെ എന്തോ ഒരു കെടുതിയുണ്ട്. പക്ഷെ ഗുരുവിൻ്റെ എന്തോ നമ്മളിന്ന് വാക്കുകളിൽ നിന്ന് പ്രകാശമാണല്ലോ. അദ്ദേഹത്തിന് ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് എന്തോ ഒരു അനുഭൂതി, നേരത്തെ പറഞ്ഞു, നമ്മുടെ ഒരു അനുഭൂതി അദ്ദേഹത്തിന് ഉണ്ടാവും. അദ്ദേഹം വീട്ടിൽ പോയിട്ട് അദ്ദേഹത്തിന് എന്തോ ഒരു സമാധാനം കിട്ടുന്നു. നമ്മൾ ഓരോ കാര്യങ്ങൾ ഉപയോഗിക്കുന്ന, മൊബൈൽ ഉപയോഗിക്കുന്ന എന്തൊരു ആനന്ദം കിട്ടാനില്ലേ? എൻ്റർടൈൻമെൻറ്റ് വേണ്ടില്ലേ? മൊബൈൽ സീരിയൽ കാണുന്നു, ടി വി കാണുന്നു, നമ്മൾ പിന്നെ പല കാര്യങ്ങളില്ലേ, മദ്യപിക്കുന്നു, മയക്കും, പല കാര്യങ്ങളും അവരെന്തോ അതിൻ്റെ അകത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ കാര്യം നമ്മുടെ ഭക്തി മാർഗത്തിൽ നിന്ന് കിട്ടിയാലോ നമുക്ക് അനുഭൂതി ഉണ്ടായ പിന്നെ ഇതിൻ്റെ ആവശ്യമുണ്ടോ?
നമ്മളെ ലോകം മുഴുവൻ ചെറുപ്പക്കാരികളും ഇപ്പോൾ പലതിൻ്റെ പിന്നാലെ ഓടുന്നത്. പക്ഷെ നമ്മളാലോചിച്ച് നമ്മൾ ശരിക്കും ഒരു ഭക്തിയുടെ മാർഗ്ഗം ശരിക്കും നിന്നാൽ നമുക്കൊരു അനുഭൂതി ഉണ്ടാവില്ലേ? നമ്മുടെ മനസ്സിന് ഭയങ്കര ഒരു ഇതുണ്ട്. അതെന്താണ്? അതിനെയാണ് വളർത്തി കൊണ്ടുവരണം. അപ്പോൾ നമ്മളത് മറ്റുള്ള കൊടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എന്തായി? അയാൾക്ക് ഞാൻ അന്ന സമയത്ത് ബ്രഹ്മേരി പോലും അല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു മാറ്റം വരുത്താൻ എൻ്റെ വാക്കുകൾ കഴിഞ്ഞു. അപ്പോഴേ എനിക്ക് തോന്നി, അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്തോ ഒരു ട്വിസ്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരാളുകൾക്ക് അങ്ങനെ ഒരു ഇത് കിട്ടുമ്പോൾ അപ്പോൾ അന്ന് എനിക്ക് തോന്നി എന്തോ ഒരു സംഭവം ഉണ്ട്. അന്നാണ് ഞാൻ ആദ്യമായിട്ട് തിരിച്ചറിഞ്ഞത് എന്തോ ഒരു സംഭവം. അപ്പം ഞാനിത് പറഞ്ഞെന്താണ്, ഞാൻ നിർത്തുകയാണ്, ഇനി മാത്രമുണ്ടല്ലോ. അപ്പം എന്താണ് നമ്മുടെ ഞാൻ ഇത്രയും പറഞ്ഞത്, നമ്മുടെ ഗുരുവിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ അനുഭൂതികൾ ഇത് ലോകത്തിലേക്ക് പകർന്നു കൊടുക്കണം. ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ ചെയ്താണ്ടില്ലേ? അവരെന്ത് ചെയ്തു? അവർ ലോകത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ചപ്പോൾ അവർ ആ സ്നേഹം പകർന്നു കൊടുത്തപ്പോൾ അവരതിലേക്ക് വന്നില്ലേ? അവരിത് പറയുന്നത് കേൾക്കുമ്പോൾ അവർക്ക് അനുഭൂതി ഉണ്ട്. എന്ത് വേണം നമുക്ക്? അമ്മമാർക്കൊക്കെ വേണോ ആ ഒരു കഷ്ടം? നമ്മൾ കഷ്ടപ്പാട് വേണോ? അപ്പോൾ അവൻ്റെ അടുത്ത് നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവനതനുസരിക്കൂലേ? അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ഒരു വ്യക്തിയോട് സംസാരിച്ചാൽ ആ വ്യക്തിൻ്റെ ഉള്ളിൽ ഒരു പരിവർത്തനം ഉണ്ടാവില്ല, ഒരു മാറ്റം ഉണ്ടായില്ല. ഞാൻ പറഞ്ഞു ഇദ്ദേഹത്തിനുള്ളൊരു മാറ്റം ഉണ്ടായില്ലേ? മനസ്സിലായില്ലേ? അപ്പോൾ ആ മാറ്റം ഉണ്ടാകുന്ന രീതിയിലേക്ക് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തണം. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്കൊരു ത്യാഗം സ്വായത്തമാക്കണം. അപ്പം നമ്മളുടെ അറിവുകൾ എന്ന് പറഞ്ഞാൽ എന്താ? മറ്റുള്ളവരുടെ ജീവനിലുള്ള ആ അവരുടെ വിഷമതകളെ പോലും മാറ്റുകയാണ് അല്ലേ? അവൻ്റെ ഒരു വാസനയെ പോലും മാറ്റുകയുണ്ടല്ലേ? അപ്പോൾ ആ രീതിയിലാണ് നമ്മുടെ അറിവ്, നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അതാണ്. സ്കൂളിൽ പഠിക്കണതൊക്കെ അതിലുപരിയായിട്ട് ഗുരുവിൽ നിന്ന് കിട്ടുന്ന എന്താണ്? ഗുരു നമ്മുടെ ആ ജീവനിലേക്ക് നമ്മുടെ ആ ഗുരുവിൻ്റെ വാക്കനുസരിച്ച് നമ്മളത് ചെയ്തപ്പോഴല്ലേ ആ ഒരു മാറ്റം വന്നുണ്ടാവും നമ്മൾ ഇടപെടുന്ന ആളുകൾ. അപ്പം നമ്മുടെ ആ വാക്കുകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും മറ്റൊരാളിൻ്റെ ജീവനിൽ ഒരു മാറ്റം വരുത്താൻ നമുക്ക് കഴിഞ്ഞാൽ അപ്പം നമ്മുടെ ജീവൻ എന്തുണ്ടാവും? മാറ്റം ഉണ്ടാവും. എൻ്റെ നമുക്ക് മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഗുരുവിൻ്റെ ഞാൻ നിർത്തുകയാണ്. ഗുരുവിനെ നമ്മളെന്താണ് ഈ ഭൗതികമായ അറിവുകളൊന്നും ഗുരുവിനില്ല. പക്ഷെ നമ്മുടെ ജീവനെ ശുദ്ധീകരിക്കുന്ന ആ പരമമായ സത്യത്തിലേക്കാണ് ഗുരു നയം. അപ്പോൾ ഗുരുവിൻ്റെ ആ ഒരു കാരുണ്യം നമ്മളിലേക്ക് വന്നു. നമ്മൾ നാളെ ഒരാളോട് ആശയം പറയുമ്പോൾ ആ ആളുകൾക്ക് എന്ത് തോന്നണം? ആ ശാന്തിഗിരി ആശ്രമത്തിൽ നിന്ന് വന്ന. അപ്പോൾ സന്യാസി ആവണമെന്നില്ല. അപ്പോൾ നമ്മൾ പല വേദികളിലും പോകില്ലേ, പല സ്ഥലത്തും നമ്മൾ പോകില്ലേ? അപ്പം നമ്മുടെ വാക്ക് കേൾക്കുമ്പോൾ പറയണം അതെന്തോ ഒരു വ്യത്യസ്തമായൊരു അല്ലേ? അതവർക്ക് ഫീൽ ചെയ്യണം. അതിനു വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. അതിനുവേണ്ടി നമുക്ക് എന്താ പറയുക, ഒരു നമ്മുടെ ഈ സത്സംഗത്തിലൊക്കെ നമ്മൾ ലക്ഷ്യം വെക്കുന്ന അതാണ്. ശരി, അതാണ് ഈ അനുഭവങ്ങൾ ഇങ്ങനെ പറയുന്നത്. ഈ അനുഭവം ഞാൻ പറയാൻ വന്നതല്ല, പക്ഷെ ഇങ്ങനെ ഓരോന്ന് കണക്റ്റഡായിട്ട് വന്നതാണ്. അപ്പോൾ നമ്മുടെ അതുകൊണ്ട് നമ്മളുടെ ജീവിതം കൊണ്ട്, നമ്മുടെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നമ്മുടെ ചിന്ത കൊണ്ടും മറ്റുള്ളവരിലേക്ക് ഇതിനെ കൊടുക്കാൻ നമുക്ക് കഴിയണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ ഒരു ചിട്ട വേണം. ആ ഒരു ഒരു ത്യാഗം. അതാണ് ഗുരു ത്യാഗിയുടെ വാക്ക്. അത് ഗുരു ഞാൻ പറയുന്നത്. ഗുരു ത്യാഗം പൂർണ്ണം അതല്ല നമ്മളെ ഉദ്ദേശമാണ്. നമ്മളാ ത്യാഗപ്പെടുമ്പോൾ മറ്റുള്ളവൻ്റെ ഹൃദയത്തിൽ അനുഭൂതി ഉണ്ടാവും. അല്ലാതെ നമ്മൾ ഞാൻ 8 മണി വരെ കിടന്നുറങ്ങി രാവിലെ 4 മണിക്ക് എണീക്കണം എന്ന് പറഞ്ഞാലോ എണീക്കോ? നമുക്ക് ത്യാഗം ഉണ്ടാകും. നമ്മൾ രാഷ്ട്രീയക്കാർ പറഞ്ഞിട്ടില്ലേ, പുള്ളി കുടിക്കരുത്, പുള്ളി വൈകുന്നേരം 2 അടിക്കും. ആൾക്കാരുണ്ടല്ലേ, അണികൾ കഷ്ടപ്പെടുത്തും. ഞാനിത് ഇതായിട്ട് പറയാം. നമ്മൾ പറയും സ്നേഹം കൊടുക്കണം, മറ്റേ ത്യാഗപ്പെടണം. നമ്മൾ ത്യാഗപ്പെടുമോ? അപ്പം എന്ത് വേണം? നമുക്ക് വേണ്ടിയാണ്. നമ്മളത് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ? മറ്റോട് പറഞ്ഞു കൊടുക്കാൻ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതം കൊണ്ട് നമുക്കത് ചെയ്തെടുക്കാനും എടുപ്പിക്കാനും കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞു എൻ്റെ വാക്കുകൾ സമർപ്പിക്കുന്നു. സതുരേശൻ എന്നാരാ? ടീച്ചർ സംസാരിക്കുക. 1:25